പാലക്കാട് മണ്ണാർക്കാട് വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഇന്നലെ വൈകിട്ട് കൊച്ചു കണ്ടോ വടി ഇങ്ങനെ വീശുക. 3 പട്ടിയുണ്ട്. ഈ പട്ടികൾ വടി കണ്ടിട്ട് അതുങ്ങൾ പോയി. കണ്ടോ? ഇവര് പറയുന്ന തെരുവ് നായ്ക്കളുടെ അക്രമമാണ്. ഏഷ്യാനെറ്റിന്റെ കഴപ്പ് നോക്കിക്കോടെ. ഇത് കണ്ടോ? ആ പട്ടികൾ പെണ്ണെ കാണണ്ടപ്പോ ഒന്ന് കുറച്ചു. അപ്പൊ ആ പെങ്കൊച്ചിന് വടി എടുത്ത് ഒരുത്തുണ്ട്, കല്ലൊക്കെ എടുത്ത് ഇന്ന് സീൻ. ഇത് പെങ്കൊച്ചു കണ്ടോ നടന്നു വരുന്നുണ്ടോ? നിങ്ങൾ പോയി അവിടുന്ന്. പട്ടികൾ വടി കണ്ട് പേടിച്ചു പോയി. ഇവിടെ തെരുവ് നായ ആക്രമിച്ചിട്ടൊന്നുമില്ല. കണ്ടോ? അതുങ്ങൾ പുറകെ ഓടുകൂടോ? കണ്ടോ? ഇവിടെ പെണ്ണെ കടിച്ചോ? ഇല്ല, പാല് വാട്ടിക്കൊണ്ടൊക്കെ ചില പട്ടി നിൽക്കുന്ന അവിടെ. കണ്ടോ? പേടിച്ച് കാണും. ആ പെണ്ണ് വീഴുകയും ചെയ്തു. മനസ്സിലായോ? കടിച്ചില്ല, കടിക്കത്തില്ല. അത് കടിക്കാൻ വന്നല്ല പട്ടി. നിങ്ങളെ കണ്ട് പേടിച്ച് ഓടിയാല് പട്ടി പുറകെ ഓടും. ചാർജ് ചെയ്തൊക്കെ പട്ടി വരും. മനസ്സിലായല്ലേ? പിന്നെ കുതിച്ചൊരു വരവൊക്കെ വരും. പക്ഷെ പട്ടി കടിക്കത്തില്ല. അവിടെ തന്നെ നേരെ തിരിഞ്ഞു നിൽക്കാവോ? അടുത്ത വരെ ഇവിടെ വരെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകും. എത്ര പ്രാവശ്യം എന്റെ നേരെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓടിയ പണിയാ. ഒരു കാര്യം കൂടെ പറയാം. ഓടിക്കഴിഞ്ഞ ഒരു 100% പട്ടികളും പുറകെ ഓടും. അങ്ങനെ വീഴാൻ സാധ്യതയുണ്ട്. ഒരു 40% പട്ടികൾ ചിലപ്പോ ഒന്ന് കമ്മാൻ വരെ സാധ്യതയുണ്ട്. അത് അനങ്ങാൻ നിന്നാൽ ആകെ 1% പട്ടിയെ കടിക്കുന്നു. മനസ്സിലായോ? മറ്റേത് കടിക്കുന്നതല്ല, പിടിക്കുന്ന. കാലേ കയറി പിടിക്കുക വരും. അപ്പൊ കടിച്ച് മുറിയും. അവർക്ക് ആകെ പല്ലും നഖവും ഒക്കെ ഉള്ളൂ. ഇവര് ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ ഇങ്ങനെ കയറി പിടിക്കും. പുറയുന്നൊക്കെ വന്ന് ഇങ്ങനെ ചാടി പിടിക്കും. ഓടുന്ന എന്തിനാന്നുള്ള രീതിയിൽ. അത് കടിച്ചു പറിക്കുന്നതല്ല. ഈ കടി എന്ന് പറയുന്നത് ഇങ്ങനല്ല പട്ടികൾ. ആ 3 പട്ടിയും കൂടെ കടിക്കാൻ ഉദ്ദേശിച്ച് വന്നിരുന്നെങ്കിൽ ഈ പെങ്കൊച്ചിനെ കാടിച്ച് കീറിയ. ഇതൊക്കെ വാർത്തയാക്കുമ്പോ ഇങ്ങനെ പട്ടി കീറി കടിച്ചു ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ 2ാമത്തെ വാർത്തയാണ് കാണുന്നത്. ഈ കള്ളവാർത്ത ഉണ്ടാക്കുന്നതിന് ഏഷ്യാനെറ്റിന്റെ കുഴപ്പമാണ്. അല്ല, പട്ടി കടിക്കുന്ന ഇങ്ങനല്ല. ഏത് മനുഷ്യനും കണ്ട ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. പക്ഷെ ഈ നാട്ടുകാരെ പറ്റിക്കരുത് ഇങ്ങനെ. ഒന്നാമത് കണ്ടില്ലേ, കല്ലെടുത്തെറിയുന്നു, പട്ടികൾ അങ്ങോട്ട് കൂടുന്നു. നിങ്ങളങ്ങനെ ഉപദ്രവകാരികളല്ല ശരിക്കും. മര്യാദയ്ക്ക് ആ പട്ടി അവിടെ കൊച്ചിലെ വലുതായി വരുന്ന സമയത്ത് അതിനെ ഉപദ്രവിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ ഈ പട്ടി ഫ്രണ്ട്ലി ആണ്. എല്ലാ പട്ടി ഫ്രണ്ട്ലി പട്ടികളാണ്. പിന്നെ വേണ്ടത് ഗവൺമെന്റിന്റെ ഈ വന്ധീകരണവും അതുപോലെ തന്നെ വാക്സിനേഷനും കറക്റ്റ് ആയ ഒരുത്തിനും പേടിക്കരുത്. ഇവിടെ എല്ലാ വീട്ടിലും വളർത്തുന്ന പട്ടികൾ അതിന്റെ വീടുകളിലുള്ളവരെ കടിക്കുന്നില്ലേ, മാതുന്നില്ലേ, മുറിയുന്നില്ലേ? എന്റെയൊക്കെ പട്ടി 5 എണ്ണം ദേഹത്തെ കയറിയിട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ എല്ലാം കീറിയായിരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ ഇത്രയും വലിയ കീറല്ല. ഒരുത്തിന് ഇങ്ങനെ കയറി വന്നിട്ട് ഒറ്റ മാന്താണ്. പിന്നെ കടിക്കും, വെറുതെ കളിക്കും. കിടന്ന് കളിക്കുമ്പോഴും കൈയൊക്കെ മുറിയുന്നുണ്ട്. പക്ഷെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയില്ല. മനസ്സിലായോ? അതേപോലെ തന്നെയുള്ള ഈ നായ്ക്കള്, ഈ തെരുവ് നായ്ക്ക് എന്താ വേറെ പ്രത്യേകത? എല്ലാത്തിനും നല്ലപോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ തെരുവ് നായ്ക്ക് വേറെ കുഴപ്പമുള്ളത്, ഏതെങ്കിലും തരത്തില് ഇവിടെ ഈ റേബീസോ അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഇവർക്ക് പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഈ മറ്റേ നമ്മുടെ കോമ്പൗണ്ടിൽ വളരുന്ന പട്ടിയല്ലല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടെ റിസ്കിയാണ്. പക്ഷെ ഈ അവസ്ഥ കേരളത്തിലെ പട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ഗുരുതര അവസ്ഥ പട്ടികൾക്കില്ല. തെരുവ് നായ്ക്കളൊക്കെ വളരെ സേഫായിട്ട് ഭയങ്കര സൂപ്പറായിട്ട് ഈ ബാംഗ്ലൂരൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മളത് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ കടക്കാരില്ല, അതിന് ഭക്ഷണം കൊടുക്കുന്നു. നല്ല ഹെൽത്തി പട്ടികളെന്ന്, നല്ല ഫ്രണ്ട്ലി പട്ടികളാണ്. ഇവിടെയാണ് ഈ കല്ലെറിഞ്ഞും പേടിപ്പിച്ചും പട്ടികൾ കടിക്കാൻ വരവും വൃത്തികെട്ട സ്വഭാവമൊക്കെ പട്ടിക്ക്. പിന്നെ പട്ടിയൊക്കെ ചിലത് കാർ കണ്ടാ ഓടും, ബൈക്ക് കണ്ടാ ഓടും. അപ്പോഴും ബൈക്ക് എന്നൊക്കെ പറഞ്ഞു വേണ്ടിട്ടുണ്ട് ആൾക്കാർ. മരിച്ചിട്ടൊക്കെ ഉണ്ട് പട്ടി. പക്ഷേ ഈ ബൈക്ക് നിർത്തി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുകയും ചെയ്യും. അത് നിൽക്കും. പക്ഷെ ചില പട്ടി കുറുകെ ചാടിയിട്ട് ഈ ക്രോസ് ചെയ്യാൻ നിന്ന പട്ടികൾ കാരണം ആൾക്കാർക്ക് ബൈക്കിൽ നിന്ന് വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട്. റേബീസ് ഒരു 3ാം സ്ഥാനത്തേ ഉണ്ട്. പാമ്പും കൊതുവും ഒക്കെ കഴിഞ്ഞ കൊലയാളിയില്. അത് പേപ്പട്ടി. മനസ്സിലായോ? മഴ പെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ഇനി മേലെ ഇമാരത്ത് തെണ്ടി റിപ്പോർട്ടിങ് ചെയ്യരുത്. കാരണം പട്ടി കടിക്കാൻ വന്ന അല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. കടിക്കാൻ വന്നിരുന്നാൽ പട്ടി കടിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് ആ പെണ്ണിന് വടി വെച്ച് വീശിയാൽ മാത്രം അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി പട്ടികളെ ഫ്രണ്ട്ലി ആക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് വൃത്തിക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പട്ടിയോടൊന്നല്ല, ഏത് മൃഗത്വവും. ഇപ്പൊ ആനയൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് ഉപദ്രവിക്കുമ്പോൾ അതിന് വട്ടളകുന്നത്. പിന്നെ പട്ടി അങ്ങനെ വട്ടളകുന്നത് പേ ഇളകുമ്പോഴും. അപ്പോഴും മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട്. ആനയ്ക്ക് മതം ഇളകിയാൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പട്ടിയെ നമ്മളെ വഴി കാണുന്ന പട്ടികളൊന്നും കല്ലെടുത്തെറിയാതെ ഒരു ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുവോ, ഇപ്പൊ അതുവഴി പോകുമ്പോൾ അത് വെക്കുവോ, അപ്പൊ അടുത്തോട്ട് വരുമ്പോൾ തട്ടിത്തടവി ഇതൊക്കെ ചെയ്താൽ അത് ഫ്രണ്ട്ലിയാ. അത് അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പട്ടി കടിക്കുന്നില്ല. ഇവിടെ ഉള്ള ആളുകള്
ഇതിനെ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് കല്ലൊക്കെ എടുത്തതിന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ആ മൃഗം ഉറപ്പായിട്ടും മനുഷ്യരെ മൊത്തത്തിൽ അതിന് മനസ്സിലാകുന്നുണ്ട് ഇത് ആരാ അക്രമകാരികൾ എന്തോന്നൊക്കെ. എന്നാൽ പോലും നമ്മളെയൊക്കെ തിരിച്ചറിയുന്നുണ്ട് പട്ടികൾ. അതുപോലെ തന്നെ ഈ കാക്കയെ ഇപ്പൊ കാക്ക ഞോണ്ടുവന്നു ഈ നാട്ടിലൊക്കെ. കാക്കയെ കല്ലെറിഞ്ഞ് കാക്ക കൊണ്ട് ഞോണ്ടുവന്നു. ഇപ്പൊ കാക്ക ഞോണ്ടത്തില്ല. കാരണം എന്നാ? കാക്ക ആൾക്കാർ കല്ലെറിയൽ തീർന്നു. പണ്ട് കാക്കയെ കല്ലെറിയേണ്ട ആവശ്യം ഉണ്ടാകും. എന്താ? സാധനങ്ങളൊക്കെ ഉണക്കാനിടുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ? എന്തോ സാധനങ്ങളൊക്കെ ഉണക്കാനിടും. കറക്റ്റ്. തനിക്ക് നിനക്ക് അറിയാലോ, നിനക്കും പയ്യനാണല്ലോ, എല്ലാം പഠിച്ചല്ലോ. എങ്ങനെ പഠിക്കുന്നത്? ഗൂഗിളിലല്ലോ ഇത്. ഞാൻ പണ്ട് ഉണക്കാനിടുമായിരുന്നു. എന്റെ കാവലിരിക്കുമായിരുന്നു. ഗൂഗിളിലല്ല ഇത്. ചാറ്റ് ചോദിച്ചാലും ചാറ്റ് പറയത്തില്ല എന്തുകൊണ്ട് പണ്ടത്തെ കാക്കകൾ കൊത്തുന്നു, ഇപ്പോഴത്തെ കാക്കകൾ എന്തുകൊണ്ട് കൊത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഞോണ്ടുന്ന പരിപാടി കാക്കയ്ക്കുള്ളതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. ഇന്നിപ്പോ കാക്ക ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാക്ക കല്ലെറിയത്തില്ല, ഒന്നുമില്ല. കാരണം ഒന്നും ഉണക്കാൻ വെക്കാറില്ല. പക്ഷെ ഉണക്കാൻ വെക്കുന്ന ചില ഗ്രാമാന്തരീക്ഷങ്ങളിൽ കാക്കകൾ ഇപ്പോഴും ഞോണ്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ കാക്ക ഞോണ്ടത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ പണ്ട് കാക്ക തൂറ് വരെ ചെയ്യുന്ന തലേന്ന്. കാക്ക തൂരി തോന്നുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഏതെങ്കിലും സിനിമയെ കാണുന്നുണ്ടോ കാക്ക തൂറുന്നതായിട്ട്? തൂറത്തില്ല. അതൊക്കെ കാക്ക തൂറി എറിയുന്ന നാഗസൈലന്റിക് കാക്കകളാണ്. അതാണ് കാക്ക. അപ്പൊ അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെതായ നല്ല കറക്റ്റായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ആളുകളെ പട്ടിയാക്കണം. അതായത് ഇപ്പൊ ഇവിടെ ഒരു അലമ്പുണ്ടായാല് കൊച്ചുങ്ങളെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പട്ടി ആ ഉപദ്രവിക്കുന്ന ആളെ ചാടി കടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത്രയും നല്ലൊരു മൃഗമാണ്. ഇവിടെ മാന്യമായിട്ട് ഇടപെടുക. അങ്ങനെ ആയാൽ അത് നമ്മളോട് മാന്യമായിട്ട് ഇടപെടും. അതിനെ വെറുതെ മാന്യമായിട്ട് ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനുഷ്യർക്ക് വേണമെങ്കിൽ കൊല്ലാം. അത് വലിയ മിടുക്കായിട്ട് കാണണം അല്ലേ? ഒരു സാധു മൃഗത്തിനെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഇത്ര വലിയ മിടുക്കായിട്ട് കാണുന്നവന്മാരെ എന്ത് ചെയ്യുള്ളൂ? എന്തൊരു ഗതികെട്ടവനായിരിക്കും, എന്തൊരു നശിച്ചവനായിരിക്കും, എത്ര അധപ്പതിച്ചവനായിരിക്കും, എത്ര വിവരം കിട്ടവനായിരിക്കും, എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കും, ശുദ്ധത്താന്തയില്ലാത്തവനായിരിക്കും. അപ്പൊ അത്രയ്ക്കും നശിച്ച ജന്മങ്ങള് വെറും കുഞ്ഞി പട്ടിയൊക്കെ കല്ലെടുത്തെറിയാനും കൊല്ലാനും നടക്കുന്ന നശിച്ചവന്മാര്, വൃത്തികെട്ടവന്മാര്, വെറും വെറും നശിച്ച് എല്ലാം നാശമായ ജീവിതമാണ് ഇവന്റെയൊക്കെ. അത്രയും നശിച്ചവനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൃത്തികെട്ടവൻ. അല്ലാത്തവർക്ക് ആർക്കട ഇതിനൊക്കെ നേരം? ബോധവും വെളിവും വിവരവും വിദ്യാഭ്യാസവും സുഖവും സംതൃപ്തിയും സമാധാനവും അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളവർ ആരെങ്കിലും പട്ടിക്കിട്ട് കല്ലെറിയോടെ? ഇതൊന്നും ഇല്ലാത്തവരുണ്ട്. മാനസിക നില തെറ്റി പറ്റും. മനസ്സിലായോ? സാഡിസ്റ്റ്. അങ്ങനെയുള്ളവർ മാത്രമേ പട്ടിയെ കല്ലെറുന്നത്. ഇനി അഥവാ അല്ലാത്തവർ എറിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് നിലയിൽ? അന്തസ്സും അഭിമാനവും ആഭിജാത്യവും മര്യാദയും മാന്യതയും സന്തോഷവും പിന്നെന്താ സമൃദ്ധിയും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. നീ അതിന്റെ സൂചനകൾ കാണിക്കുന്നതാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ കല്ലെറിയെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. നീ നശിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചു പോകും. അതുപോലെ തന്നെ നീ മോശക്കാരനായി പോകും. മനസ്സിലായോ? 7 തലമുറ 7 തലമുറ 7 തലമുറയൊന്നും വേണ്ട. അല്ല, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചന കൂടെയാണ്. നീ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വെറും വൃത്തികെട്ടതായിക്കൊണ്ടിരിക്കുന്നതിന്റെ അതിന്റെ ഒരു സൂചന മാത്രമായിരിക്കും നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ. മറ്റവരെ പോലെ ആവാനാണ് ആ പോക്ക്. മനസ്സിലായോ? അതേസമയം സുഖമായി സന്തോഷമായി വളരെ ആരോഗ്യവാനായി ഇരിക്കുന്ന ഒരാൾക്ക് പട്ടിയെ ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. പട്ടി അവരെ കടിക്കാൻ പോലും വരുന്നില്ല. ആ സന്തോഷം കണ്ടാൽ പട്ടിക്ക് അറിയാം. ബോഡി ലാംഗ്വേജ് പട്ടിക്ക് മനസ്സിലാവും. അത് അവര് തമ്മിൽ പ്രശ്നമാണ്, മറ്റവര് തമ്മിൽ പ്രശ്നമാണ്. നമ്മുടെ ഈ പ്രശ്നമില്ല പട്ടിക്ക്. അത്രയൊക്കെ മതി. ഇതിൽ കൂടുതലൊന്നും പട്ടിയെ പറ്റി അറിയാനൊന്നുമില്ല. ഏഷ്യാനെറ്റ് നാറികളെ ഇങ്ങനെയുണ്ടോ വിവരക്കേട്? എന്തോട് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊച്ചിനെ കടിക്കാൻ വന്നു കഴിഞ്ഞുകൊണ്ട് കഥ ഇറക്കി. ഈ പെണ്ണിനെ കടിക്കാനാണ് അത് നിലത്ത് വീണ നേരം കൊണ്ട് കഴുത്ത് വരെ അത് കടിക്കും. കടിക്കാൻ വന്ന ഇത്ര സമയമൊന്നും എടുക്കത്തില്ല. അവൾ വടിയിൽ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പട്ടി കടിക്കാൻ വരുന്ന അറിയത്തില്ല. ഏതെങ്കിലും ഒരു കൊള്ളാതൊരു മനുഷ്യനോടെങ്കിലും ചോദിക്കും, അല്ലെ ഏതെങ്കിലും പട്ടിയെ പറ്റി അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വാർത്ത ഉണ്ടായി. ഇത് ഉമ്മ തോന്നിയ പോലെ ആളെ പറ്റിക്കാനാണ്. ഇവിടുത്തെ ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കുമെന്നാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്ന പട്ടി ആക്രമിച്ച് എല്ലാവർക്കും ഇഷ്ടം കേൾക്കുന്നു. MDMA പിടിച്ചു, പട്ടി MDMA മയക്കുമരുന്നാന്നാ പറയുന്നത്. MDMA ഉണർത്തുമരുന്ന, കഞ്ചാവ് ഇച്ചിരി മയക്കും, ബാക്കിയെല്ലാം ഉണർത്ത. MDMA LSD ഒക്കെ ഉണർത്തുമരുന്ന്, ഉറങ്ങാനേ പറ്റത്തില്ല. അതിനെയൊക്കെ മയക്കുമരുന്നെന്ന് പറയുന്നത്. എന്ത് പൊട്ടന്മാരാ. അതെ, ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറയാ ഇവിടെയൊക്കെ പാമ്പിനെ അണലിയുടെ കുഞ്ഞിനെ കൊണ്ട് കടിപ്പിക്കുന്നുണ്ട്. ഈ പാമ്പ് കടിച്ച ചത്തു. ഈ വനമെടുത്ത് ചിലർ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി പറയാം കുഞ്ഞിപ്പാമ്പാണ്, പാമ്പിന് കുഞ്ഞാണ്.
ഇനി വന്നിട്ട് ഇങ്ങനെ ഡോസ് അനുസരിച്ച് കൊത്തി കൊടുക്കും എന്തൊക്കെയാണോ പറയുന്നത്? എനിക്കിപ്പോ പറയാ അല്ലെന്ന് എന്തുവാണോ ഇയാൾക്കൊക്കെ ആഭ്യന്തര മന്ത്രിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് അക്ഷയെ പറ്റി ചോദിച്ചാൽ ഒരു അക്ഷരം അറിയത്തില്ലായിരിക്കും. ജിജി അത് തന്നെ എന്താ ശുചിയും സൊനാറ്റയൊക്കെ. ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞ ഒരു കാര്യം MDMA മാത്രമേ ഉള്ളൂ. പഞ്ചാബ് MDMA വേറെ എന്തൊക്കെ പറഞ്ഞിരുന്നേ ഉള്ളല്ലോ. എക്സ്റ്റസി എന്നൊക്കെ പറയിക്കണം പുള്ളിയെ കൊണ്ട്. കോമഡി ആയിരിക്കും. എക്സ്റ്റസി, LSD, മഷ്റൂം എന്നൊക്കെ പറയണം. അതൊക്കെ രസമായിരിക്കും പുള്ളി പറഞ്ഞാൽ. ഹെറോയിൻ, ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഓപ്പിയത്തിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ രസമുണ്ട്, നല്ല രസമുണ്ട്. ഓപ്പറേഷൻ തൂർഫാൻ, തൂറി മെഴുകുക. ഇപ്പൊ ശരിയാവും എല്ലാം കൂടി. ഈ നാട് ഉണ്ടാക്കാൻ പോവാ. നാട് ഉണ്ടാക്കാൻ ആകെ ചെയ്യേണ്ട കാര്യം ഇതിന്റെ പുറകെ നടക്കും. കഷ്ടം. ആണൊക്കെ ദൂരെ ദുരിതം വിളിച്ചിട്ട് നാട്